തീപാറുന്ന ജീവിത അനുഭവങ്ങളിൽ നിന്ന് പിറവികൊണ്ട ഭക്തിഗാനങ്ങളുടെ കണ്ണ് നനയിക്കുന്ന അനുഭവ പശ്ചാത്തലങ്ങളിലൂടെ ഗാനോൽപ്പത്തി. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനങ്ങൾ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ലക്കം ഗാനോൽപ്പത്തി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ എന്ന ഗാനത്തിൻ്റെ അനുഭവ പശ്ചാത്തലമാണ്. സുവിശേഷകൻ ചാൾസ് ജോൺ എഴുതിയ ഈ അനുഗ്രഹിക്കപ്പെട്ട ഗാനം ഇന്നും അനേകം പേർ പാടി ആശ്വസിക്കുന്നു എന്നുള്ളത് നമുക്ക് ഓർക്കുവാൻ കഴിയുന്ന വസ്തുതയാണ്. കേരളത്തിലെ ക്രിസ്തീയ സംഗീത സാഹിത്യത്തെ ഈടുറ്റതാക്കി തീർക്കുവാൻ കാലാകാലങ്ങളിൽ ദൈവം ഉപയോഗിച്ച മഹൽ വ്യക്തികളായിരുന്നു സാധു കൊച്ചുകുഞ്ഞുപദേശി, വി നാഗൽ സാഹിബ്, മഹാകവി എ വി സൈമൺ, എം ഇ ചെറിയാൻ, പന്തളം മത്താച്ചൻ തുടങ്ങി നിരവധി പേർ. ചിലർ തങ്ങളുടെ ശുശ്രൂഷ തികച്ച് പ്രതിഫലത്തിനും വിശ്രമത്തിനുമായി വാങ്ങിപ്പോയി. സംഗീത സാഹിത്യ ദീപശിഖ അണയാതെ കൈമാറി ഈ തലമുറയിലും എത്തി നിൽക്കുന്നു. അതെ, ഈ തലമുറയിലെ അനുഗ്രഹിക്കപ്പെട്ട നിരവധി ഗാനങ്ങൾ എഴുതി നമ്മൾക്ക് ക്രൈസ്തവ കേരളയ്ക്ക് സംഭാവന നൽകിയ ഒരാളാണ് സുവിശേഷകൻ ചാൾസ് ജോൺ. മരുഭൂമിയിലെ ദിവ്യാനുഭവത്തിൻ്റെ പ്രകാശകരണങ്ങളാണ് ഓരോ ഗീതങ്ങളും. വെളിച്ചം ഇരുളിനെ അകറ്റുന്ന പോലെ നിരാശയെ അകറ്റി ദൈവിക സാന്നിധ്യം ആരാധകന് അനുഭവിപ്പാൻ ഈ ഗാനങ്ങൾ മുഖാന്തരമാകുന്നു. മനുഷ്യജാതിയുടെ പരിശോധനകൾ, ബുദ്ധിമുട്ടുകൾ, ഞെരുക്കങ്ങൾ, രോഗങ്ങൾ മുതലായ എല്ലാ ഘട്ടങ്ങളെയും സ്പർശിക്കുന്നതിനാലാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ആസ്വാദ്യവും ആശ്വാസവുമായി തീർന്നത്. 1980 ജോലിയിൽ തുടരുമ്പോൾ കഷ്ടതയുടെ കഴിഞ്ഞ നാളുകളെ മറന്ന് ദൈവാശ്രയം കുറഞ്ഞു പോയിരിക്കുന്നു. മുമ്പ് എല്ലാം മുഴങ്കാലിലിരുന്ന് ദൈവത്തോട് ചോദിച്ചു വാങ്ങിയിരുന്നു. ആഹാരവും വസ്ത്രവും എല്ലാം അങ്ങനെ തന്നെ. ഇപ്പോൾ എന്താവശ്യത്തിനും അടുത്ത ശമ്പള ദിവസം വരട്ടെ എന്ന് ചിന്ത വന്നു തുടങ്ങിയിരുന്നു. ദൈവത്തിങ്കൽ നിന്ന് പ്രാപിക്കുന്നതിൻ്റെ സന്തോഷം കുറഞ്ഞു പോയതിനാൽ പണ്ടത്തെ കൃപകളെ ഓർത്ത് അത് മടക്കി പ്രാപിക്കുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും കരയുവാനും പുനഃസമർപ്പണം ചെയ്യുവാനും ഇടയായി. തന്നെത്താൻ ഒരുക്കുക എന്നത് യഥാർത്ഥമായി ദൈവകൃപയിൽ ആശ്രയിക്കുന്നതാണ് എന്ന ബോധ്യത്തോടെ ഇങ്ങനെ പാടി: ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. പ്രിയ കർത്തദാസൻ താൻ തന്നെ പറഞ്ഞിരിക്കുന്ന ഈ ഗാനത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കുവാൻ കഴിയുന്നതാണ്. തൻ്റെ വാക്കുകളിലൂടെ നമുക്ക് കടന്നു പോകാം. ഈ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചെന്നുള്ള 80 ഫെബ്രുവരിയിൽ എഴുതിയതാണ്. അത് എഴുതാനുള്ള വലിയൊരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. അന്നുണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഏതു കാര്യങ്ങളും ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ച് അനുഭവിക്കുന്ന ഒരു ആശ്രയ ജീവിതം എനിക്കുണ്ടായിരുന്നു. ഒരു ഉടുക്കാൻ കയ്യിലേക്ക് പോലും 4 മാസം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്ക് ചെറിയ കാര്യമാണെങ്കിലും പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഒരു ആശ്രയ ജീവിതം എനിക്കുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ആശ്രയ ജീവിതം ക്രമേണ കുറയാൻ തുടങ്ങി. ശമ്പളം കിട്ടുമ്പോൾ ഒക്കെ കാര്യം സാധിക്കാമല്ലോ എന്നുള്ള ഒരു ചിന്താഗതിയിലെത്തി. പക്ഷെ ആ കുറവ് ഞാൻ മനസ്സിലാക്കി. ഒരു കാലത്ത് ചെറിയ കാര്യത്തിന് പോലും ദൈവത്തിൽ ആശ്രയിച്ച ഞാനിന്ന് എന്റെ ധനത്തിലാണല്ലോ ഞാൻ ആശ്രയിക്കുന്നത് എന്നുള്ള ആ ബോധം എനിക്കുണ്ടായപ്പോൾ ദൈവസന്നിധിയിൽ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ച, കർത്താവേ, പഴയ ആശ്രയ ജീവിതം എനിക്ക് തിരിച്ചു തരണം. അങ്ങനെ ഇരിക്കുമ്പോൾ മകൻ ജോണിലേക്ക് പെട്ടെന്നൊരു അസുഖമുണ്ടായി. വളരെ അത്യാസന്നമായ നിലയിൽ അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത വണ്ണം ഐസിയുലേക്ക് അവനെ മാറ്റി.
എങ്കിലും ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്ക്, ദൈവം സഹായിക്കും എന്ന്. രാത്രിയിൽ ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ റൂമിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ ഐസിയുലേക്ക് ചെന്നപ്പോൾ വളരെ സൗഖ്യത്തോടുകൂടി കാണാനായിട്ട് കഴിഞ്ഞു. അന്ന് തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൻ്റെ മുറിയിൽ ഇരുന്നുകൊണ്ടാണ് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചുള്ള പാട്ടിൻ്റെ ആദ്യത്തെ അടി എഴുതി. മനോവേദന പല ശോധന എന്നുള്ള അടി ഞാൻ ആദ്യം എഴുതിയ ട്യൂണ് പോലും എൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്നതാണ്. അത് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം ജോൺലി ഒരുമിച്ച് വീട്ടിൽ വന്നതിന് ശേഷമാണ് എത്ര നല്ലവൻ മതിയായവൻ എന്നുള്ള അടികൾ എഴുതിയത്. തൻ്റെ മകൻ രോഗിയായി രോഗം മൂർച്ഛിച്ച് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ കിടക്കുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് താങ്ങാനാവാത്ത ഹൃദയഭാരത്തോടും വേദനയോടും കൂടെ ദൈവത്തോട് പ്രാർത്ഥിച്ച് അരുമമകനെക്കുറിച്ചുള്ള ചിന്ത ഉറക്കത്തെ ദൂരെ നിർത്തി കണ്ണുകൾ നിറഞ്ഞൊഴുകി. താൻ അല്പം ഉറങ്ങുവാൻ ആഗ്രഹിച്ചെങ്കിലും അത് സാധിച്ചില്ല. തൻ്റെ മകനെക്കുറിച്ചുള്ള ചിന്ത തൻ്റെ ഉറക്കത്തെ ദൂരെ നിർത്തി കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ വേദന ദൈവവുമായി പങ്കുവെച്ച് കൊണ്ട് ഇപ്രകാരം പാടി: മനോവേദന പരിശോധന മമ ജീവിത പാതയതിൽ മാറാതേറിടുമ്പോൾ ആത്മനാഥവൻ അവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. നാം ഇപ്പോൾ കേട്ടതുപോലെ, തൻ്റെ വാക്കുകളിൽ നാം കേട്ടതുപോലെ താൻ ഇങ്ങനെ പാടി തൻ്റെ മകന് സൗഖ്യം വന്നതിന് ശേഷം താൻ ഭവനത്തിൽ ചെന്ന് വീണ്ടും ഇങ്ങനെ പാടുവാൻ, ഇങ്ങനെ എഴുതുവാനിടയായി: എത്ര നല്ലവൻ മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. അതെ, സഭാസംഘടനാ വ്യത്യാസമില്ലാതെ ഏതൊരു ക്രൈസ്തവ ഭവനത്തിലും സഭായോഗങ്ങളിലും കൂട്ടായ്മകളിലും ഇന്നും പാടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗാനമാണ് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ഉള്ളവരെ, പ്രിയ കർത്തദാസനോട് ചേർന്ന് നമുക്കും ഇങ്ങനെ പാടാം: മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ കർത്താവെ മാറാതേറിടുമ്പോൾ അങ്ങയുടെ ചാരിൽ ഞാൻ ആശ്രയിക്കുന്നു, അങ്ങയുടെ ചാരിൽ ഞാൻ ആശ്വസിക്കുന്നു. ഓ, അങ്ങ് എത്ര നല്ലവനാണ്, എത്ര മതിയായവനാണ്, എന്നെ കരുതുന്ന കർത്തനാണ് എന്ന് നമുക്ക് പാടാം. പ്രിയ കർത്തദാസനോട് ചേർന്ന് നമുക്കും പാടാം: അങ്ങെത്ര നല്ലവനാണ്, അങ്ങെത്ര മതിയായവനാണ്, അങ്ങനെ കരുതുന്ന കർത്തനാണ്. മാത്രമല്ല, എൻ്റെ ലക്ഷ്യം എൻ്റെ ആയുസ്സിൻ ദിനമാകുകയും തൻ്റെ നാമഹത്വത്തിനായിട്ട് ജീവിച്ച് ഒരു കൈത്തിരി പോലെ കത്തിയെരിഞ്ഞ് ഒരിക്കൽ അങ്ങയുടെ സന്നിധിയിലെത്തണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ ലക്ഷ്യം എന്ന് പാടിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മുടെ ജീവിതത്തിൽ തുടരാം. നമ്മുടെ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. അവൻ്റെ വഴികളെ നമുക്കറിയാം, അനുഗമിക്കാം അവൻ്റെ ചുവടുകളെ. അവൻ്റെ ചുവടുകൾ പിന്തുടർന്നുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം അതിനായി നമ്മെ സഹായിക്കുമാറാകും. ഇഹലോകമോ തരികില്ലൊരു സുഖവും മനഃശാന്തിയതും, ഇഹലോകമോ തരികില്ലൊരു സുഖവും മനഃശാന്തിയതും, എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടു